നിങ്ങൾക്ക് എത്ര പേർക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഇഷ്ടമാണ് കടയിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും? ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. എനിക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യമേ ഞാൻ ഈ കാണിച്ച പോലത്തെ ഒരു കാർഡ് പേപ്പർ എടുത്തിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഞാൻ പേൾ പെയിൻ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അതേ സൈസിന് വേറൊരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പോപ്പപ്പ് കാർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കുഞ്ഞിലെ ഉള്ള സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു. എന്നിട്ട് അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തു. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ വരണം. ഇനി ഞാൻ നേരത്തെ കാണിച്ച ഹാർട്ട്സ് ഓർമ്മയുണ്ടോ? യെസ്, പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അത് പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3D എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ആ നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷൻ ഇങ്ങനെ ചറപറാന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുന്ന കാർഡ് നമ്മുടെ മെയിൻ ഫ്രണ്ട് കാർഡിലേക്ക് ഒന്ന് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു കാർഡ് സെറ്റപ്പിലൊക്കെ സാധനം ഏകദേശം വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ടെക്സ്റ്റ് എഴുതി കൊടുക്കുകയാണ്. സംഭവം ഇച്ചിരി ക്രിഞ്ചാണ്, നിങ്ങളത് മൈൻഡ് ആക്കണ്ട. അപ്പം ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു എടുപ്പില്ലാത്ത പോലെ തോന്നി. അപ്പം അത് കാരണം ഞാനിങ്ങനെ സൈഡിൽ കുറേ ഹാർട്ട് ഷേപ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിൽ ഞാനിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഐ ലവ് യു എന്ന് പറഞ്ഞൊരു മെസ്സേജും കൊടുത്തായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് വേറൊരു പേപ്പറിൽ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്.